തെരഞ്ഞെടുപ്പിലെ ജയസാധ്യത അവലോകനം ചെയ്ത് CPM ഭരണവിരുദ്ധ വികാരം എന്ന വാദത്തിന് പ്രസക്തിയില്ലെന്നും മൂന്നാം ടേം ഉറപ്പെന്നും MV ഗോവിന്ദൻ. ഇത്തവണയും വൻ ഭൂരിപക്ഷത്തിൽ ഇടത് സർക്കാർ അധികാരത്തിലേക്ക് എത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില പാർട്ടികളുമെല്ലാം വലിയ രീതിയിലുള്ള ആവേശ പ്രചരണം ഇലക്ഷൻ കഴിഞ്ഞ ആ നിമിഷം മുതൽ ആരംഭിക്കുകയുണ്ടായി. അതിന് അവർ പറഞ്ഞ കാര്യം വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവായിട്ട് പറഞ്ഞുകൊണ്ടാണ് 100+ലേക്ക് UDF ഭരണത്തിലേക്ക് പോകുന്നു എന്ന പ്രചരണ പ്രവർത്തനം ആരംഭിച്ചത്. ഭരണത്തിലെത്തുമെന്ന UDFന്റെ അവകാശവാദത്തിന് പിന്നിൽ ഫണ്ട് പിരിവാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കഴിഞ്ഞ 10 വർഷം LDF ശേഖരിച്ചതിനേക്കാൾ കൂടുതൽ ഏപ്രിൽ 10 മുതൽ മെയ് 4 വരെ UDF ശേഖരിക്കും. ഏപ്രിൽ 10 മുതൽ ഭരണപക്ഷത്തെ പോലെയാണ് UDF പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ വരുമെന്ന് പ്രതീതി സൃഷ്ടിച്ച് ഫണ്ട് പിരിവാണ് ലക്ഷ്യമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. അങ്ങനെയൊന്നും ഒരു കൺസോൾട്ടേഷനില്ല. ഡെവലപ്മെൻ്റ് ആണ് എല്ലാവരും ചർച്ച ചെയ്തത്. പിന്നെ പൊതു പൊളിറ്റിക്സ്, പിന്നെ കേരളത്തിൽ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നതും പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇറക്കിയതൊക്കെ തന്നെ മതനിരപേക്ഷ മനസ്സുകളിൽ നല്ല മതിപ്പ് LDF സർക്കാരിന് അനുകൂലമായിട്ടുണ്ട്. പിന്നെ വികസനം, ജനക്ഷേമ പ്രവർത്തനം, ഇതൊക്കെ LDFന് അനുകൂലമാണ്. ഒരു LDF സർക്കാർ തന്നെ കേരളത്തിൽ തുടരും. മറ്റേത് ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു പോകാന്നുള്ളതാണ്. അത് കഴിഞ്ഞ വോട്ടെടുപ്പ് കഴിഞ്ഞ് 2021 വോട്ടെണ്ണൽ വരെയുള്ള UDF നേതാക്കന്മാരുടെ ബൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ, പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ഇതിൻ്റെ അപ്പുറമായിരുന്നു പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് ട്രെൻഡ് UDFന് അനുകൂലമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K ബാബു. എറണാകുളം ജില്ല UDF തൂത്തുവാരും. മുഖ്യമന്ത്രി ആരാണെന്ന് പറയാൻ താൻ യോഗ്യനല്ല. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായിട്ടുള്ള പല പേരുകളുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ഒരാളുടെ പേര് പറയാൻ പറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു. സീറ്റ് എത്ര കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും പൊതു ട്രെൻഡ് UDFന് അനുകൂലമായിട്ടാണ്. അല്ല, അദ്ദേഹത്തിനാണ് അതറിയാവൂ. കാരണം കേരളം മുഴുവൻ പര്യടനം നടത്തിയത് അദ്ദേഹമാണ്. എറണാകുളം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എറണാകുളം ജില്ലയിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അവിടെ ഉള്ള വിലയിരുത്തലിൽ നിന്ന് ഞാൻ കേട്ടത് അവർക്ക് ഒരു സീറ്റിൽ മാത്രമേ പ്രതീക്ഷയുള്ളതാണ്. മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും യോഗ്യരാണെന്ന് VK ശ്രീകണ്ഠൻ MP. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കും. ഞാൻ പാർട്ടിയുടെ സാധാരണ ഒരു മെമ്പറാണ്. പല അഭിപ്രായങ്ങളുണ്ടാവും. MLA-മാരുടെ അഭിപ്രായത്തിനാണ് മുൻഗണന. അവരെ കേൾക്കുന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിനാണ് ഞങ്ങളെല്ലാം ശിരസ വഹിക്കും. ആര് മുഖ്യമന്ത്രിയായാലും UDFന്റെ മുഖ്യമന്ത്രി ആയിരിക്കും. അതിൽ നിങ്ങൾ ആരും ബേജാറാവണ്ട. അല്ല, ഞങ്ങൾക്ക് അതുപോലെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. എന്താ KC വേണുഗോപാൽ കേരളത്തിൽ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഉജ്ജ്വലനായിട്ടുള്ളൊരു ഊർജ്ജസ്വലനായ ഒരു ശക്തനായ ഒരു നേതാവാണ്. രമേശ് ചെന്നിത്തല കേരളത്തിലെ പൊതുസമൂഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു നേതാവാണ്. അതുപോലെ തന്നെയാണ് VD സതീശനും. ഒട്ടും മോശമല്ലല്ലോ. കുട്ടനാട്ടിൽ വോട്ടിന് നോട്ട് ആരോപണം. UDF സ്ഥാനാർത്ഥിക്കെതിരെ പരാതി നൽകി CPM ഏരിയ കമ്മിറ്റിയും ഇടത് സ്ഥാനാർത്ഥിയും. LDF ഇലക്ഷൻ കമ്മിറ്റി ചീഫ് ഇലക്ഷൻ ഓഫീസർക്കാണ് പരാതി നൽകിയത്. പണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കമാണ് പരാതി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് Google Payയിലൂടെ പണം നൽകിയെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. വോട്ടിന് പണം നൽകിയെന്ന ആരോപണം. കുട്ടനാട് MLA-ക്കെതിരെ വിവാദ പരാമർശവുമായി UDF സ്ഥാനാർത്ഥി റെജി ചെറിയാൻ. LDF സ്ഥാനാർത്ഥിക്ക് മാനസിക രോഗമെന്ന് റെജി ചെറിയാൻ കുറ്റപ്പെടുത്തി. കുട്ടനാട്ടിലെ ജനപ്രതിനിധി കള്ളം പറയാൻ കേമനാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ തോന്നലാണ്. ചികിത്സ തേടണം. തോമസ് K തോമസ് തനിക്കെതിരെ നിരന്തരം വസ്തുതയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നും റെജി ചെറിയാൻ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ പാർട്ടി പോലും തെരഞ്ഞെടുപ്പിൻ്റെ അവലോകന യോഗം കഴിഞ്ഞിട്ട് പറഞ്ഞത് LDF സ്ഥാനാർത്ഥി തോറ്റുപോകും. അപ്പോൾ തോൽവി മുമ്പിൽ കണ്ടുകൊണ്ടുള്ള അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നമാണെന്ന് മാത്രമേ എനിക്കിതിനെ പറയാനുള്ളൂ. KPCC ജനറൽ സെക്രട്ടറി ജോസ് വെള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടികാമ്പലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മുകുന്ദന്റെ BJP മനസ്സിലാകാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ പറഞ്ഞു. ഇവിടെ സ്വയം പ്രഖ്യാപിത UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി.
അത് നമ്മുടെ നേതൃത്വം അംഗീകരിച്ചില്ല. പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. ആ ഡൽഹിയിലേക്ക് പോയത് കൊണ്ടുപോയ ആളുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കണ്ടേ, അദ്ദേഹം മതേതര ചേരിയാണോ BJP ചേരിയാണോ എന്ന് മനസ്സിലാക്കണ്ടേ. അദ്ദേഹം തിരിച്ചു വന്ന് ഒരു ദിവസം കൊണ്ട് BJP സ്ഥാനാർത്ഥിയായി. ഞാൻ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കോൺട്രവേഴ്സി വേണ്ട എന്ന് മിണ്ടാതിരുന്നതാണ്. പക്ഷേ തിരുത്തേണ്ട സമയത്ത് കൃത്യമായി തിരുത്തി മനസ്സിലാക്കി പോവേണ്ട സമയമാണ് രാഷ്ട്രീയം. നമ്മുടെ നേതൃത്വം അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന CC മൂന്നിൻ്റെ മനസ്സിലാക്കാൻ കഴിയാത്ത നേതാക്കൾ അവർ രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിനോ പരിപാടിക്കോ പങ്കാളികളല്ലാത്ത നേതാക്കൾ അവരവരുടെ രാഷ്ട്രീയം വീട്ടിലിരുന്ന് നടത്തിയാൽ മതി എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നതിനാണ്. ഇനി അങ്ങനെ തുടരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായി അക്കൗണ്ടബിലിറ്റി വേണം രാഷ്ട്രീയപരമായി. അതുകൊണ്ട് ഈ CC മൂന്നിനെ പോലുള്ള ആളുകളെ ഡൽഹി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കേണ്ടിയിരുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെക്കൻ തമിഴ്നാടിനെ ഇളക്കിമറിച്ച് TVK അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോ. കന്യാകുമാരിയിൽ തുറന്ന വാഹനത്തിൽ നിന്നിറങ്ങി പ്രവർത്തകരുടെയും ആരാധകരുടെയും ഇടയിലേക്ക് സൈക്കിൾ ചവിട്ടി എത്തിയാണ് വിജയ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. DMKയെ കടന്നാക്രമിച്ച വിജയ് വിപ്ലവകരമായ വാഗ്ദാനങ്ങളും മുന്നോട്ട് വെച്ചു. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ സാധാരണക്കാരെ പീഡിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്ന് വിജയ് കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കാൻ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല എന്നതാണ് TVK മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനം. പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെ വിടവാങ്ങി. 92 വയസ്സായിരുന്നു. മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലാണ് അന്ത്യം. വിവിധ ഭാഷകളിലായി 12,000-ലധികം ഗാനങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ ആശാ ഭോസ്ലെയെ രാജ്യം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും പത്മവിഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട്. बस एक बार मेरा कहा मान लीजिए. വൈവിധ്യം നിറഞ്ഞ ഗാനങ്ങളിലൂടെ പ്രേക്ഷകരെ കീഴടക്കിയ അതുല്യ പ്രതിഭ ആശാ ഭോസ്ലെ വിടവാങ്ങി. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. നാടകവേദിയിലെ ഗായകനായിരുന്ന ദീനാനാഥ് മങ്കേഷ്കറുടെ മകളായി 1933 ഇൻഡോറിലായിരുന്നു ആശയുടെ ജനനം. ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന്റെ ഇളയ സഹോദരിയായ ആശ തന്റെ 10ാം വയസ്സിൽ മാഝാബാൽ എന്ന സിനിമയ്ക്കു വേണ്ടി ഗാനമാലപിച്ച് ചലച്ചിത്ര മേഖലയിൽ തുടക്കം കുറിച്ചു. പിന്നീട് ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ആശാ ഭോസ്ലെയുടെ സംഗീത ജീവിതം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും മികച്ച ഡാൻസ് നമ്പറുകളും ഗസലുകളും ഒരുപോലെ കൈകാര്യം ചെയ്ത പ്രതിഭ. SD ബർമൻ, OP അയ്യർ, AR റഹ്മാൻ തുടങ്ങി വിവിധ സംഗീത സംവിധായകരുടെ ഈണങ്ങൾക്ക് ആശാ ഭോസ്ലെ ശബ്ദം നൽകി. RD ബർമൻ, ആശാ ഭോസ്ലെ കൂട്ടുകെട്ടിൽ മാത്രം 600-ലധികം ഗാനങ്ങൾ പിറന്നു. 1977 പുറത്തിറങ്ങിയ സുജാത എന്ന മലയാള ചിത്രത്തിലും ആശാ ഭോസ്ലെ പാടിയിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2000 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും 2008 പത്മവിഭൂഷണും നൽകി രാജ്യം ആശയെ ആദരിച്ചു. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും ആശാ ഭോസ്ലെ ഇടം നേടിയിട്ടുണ്ട്. തനതായ ശൈലിയിലും അനശ്വരമായ ശബ്ദത്തിലും ഒരിക്കലും മറക്കാത്ത ഗാനങ്ങൾ ബാക്കി വെച്ചാണ് ആശാ ഭോസ്ലെ വിടവാങ്ങിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. മൃതദേഹം വീട്ടിലെത്തിച്ചതു മുതൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് നെടുമങ്ങാട്ടെ വസതിയിലേക്ക് എത്തിയത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഡോക്ടറുടെ കുപ്പായമിട്ട് മകൻ വരുന്നത് കാത്തിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും മുന്നിലേക്കാണ് നിതിൻ്റെ ചേതനയേറ്റ ശരീരം ഇങ്ങനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞെത്തിച്ചത്. സങ്കടം താങ്ങാനാകാതെ അച്ഛനും അമ്മയും തളർന്നു വീണു. നാടിൻ്റെ അഭിമാനമാകേണ്ടിയിരുന്ന വിദ്യാർത്ഥി അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആളുകളാണ് എത്തിയത്. വീട്ടിൽ നിന്നും ആരംഭിച്ച വിലാപയാത്രയിലും 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഒടുവിൽ സ്വപ്നങ്ങൾ പാതി വഴിയിൽ അവസാനിപ്പിച്ച നിതിൻ യാത്രയായി.
ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിയിട്ടത് ഒരുപറ്റം അധ്യാപകരാണ്. ജാതിവരയിൽ അവർ തകർത്തത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും നാടിന്റെ സ്വപ്നവുമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണം. കടുത്ത ജാതി വിവേചനം നേരിട്ടതായും പരസ്യമായി അപമാനിതനായെന്നും വിവരം. ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തുവന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. മരണത്തിന് ഉത്തരവാദി അധ്യാപകരാണെന്ന് രക്ഷിതാക്കളും ആരോപിച്ചിരുന്നു. നിതിൻ രാജ് ജാതി വിവേചനം നേരിടുകയും അധ്യാപകരാൽ അപമാനിതനാവുകയും ചെയ്തുവെന്നാണ് ആരോപണം. ഇത് സാധൂകരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇല്ല, ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ഇയാൾ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടല്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട്, ഓക്കെ ഞാൻ ക്ഷമിച്ചു, ഒരു പരിധിവരെ ക്ഷമിച്ചിരുന്നു, ക്ഷമിച്ചു. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ കോളേജിലെ 3 അധ്യാപകർക്കെതിരെയാണ് ആരോപണം. ഇതിൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അധ്യാപിക ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവരെ കോളേജ് അധികൃതർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ചക്കരക്കൽ പോലീസ് അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ ഒരുങ്ങുകയാണ്. കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും. അതേസമയം തിരുവനന്തപുരം ആനമങ്ങാട് സ്വദേശി നിതിൻ രാജിന്റെ മരണത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തി. അമൃത ന്യൂസ്, കണ്ണൂർ. നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിയിട്ടത് ജാതി അധിക്ഷേപമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. നിതിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. റാഗിങ്ങിനിരയായി മരിച്ച സിദ്ധാർത്ഥന്റെ അമ്മയും നിതിന്റെ വീട്ടിലെത്തിയിരുന്നു. 2 വർഷം കൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചു അത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അതിലാ സങ്കടം. നമ്മുടെ മോൻ പോയാൽ അതിനെന്തെങ്കിലും ഒരർത്ഥമുണ്ടാവണമെങ്കിൽ ഇത് ഇനി ഒന്നും നടന്നുകൂടാ. അത് വീണ്ടും നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കും ശിക്ഷ ഇളവുകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. പേടിയില്ല, ആർക്കും പേടിയില്ല. കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നമുക്കിത് കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ വിഷയമുണ്ടായി, അതിനെ തുടർന്ന് ഇതിപ്പോൾ അധ്യാപകർ തന്നെ ഒരു ജാതീയമായ അധിക്ഷേപം നടത്തുകയും ഏറ്റവും മോശമായ വാക്ക് പറഞ്ഞൊരു വിദ്യാർത്ഥിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ആ അപമാന ഭാരത്താലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ്. എത്ര വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിൻ്റെ എല്ലാ സ്വപ്നവും പ്രതീക്ഷയും വീട് പോലും സ്വന്തമായിട്ടില്ലാതെ എല്ലാം കുടുംബത്തിലുള്ളത് എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു മകനെ പഠിപ്പിച്ചുകൊണ്ടിരുമ്പോൾ ആ മകൻ്റെ ശവശരീരം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു കുടുംബത്തിൻ്റെ ഗതികേടെന്താ? നമ്മളെല്ലാം അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നിയമനിർമ്മാണം ആവശ്യമാണെന്നും SFI. ഈ ക്യാമ്പസുകളിലൊക്കെയും സ്വകാര്യ ക്യാമ്പസുകളിലൊക്കെയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിർബന്ധമാക്കണം. അതിലൊരു സംശയവും ഉണ്ടാവരുത്. കേരളത്തിലെ ഏത് സർക്കാർ ക്യാമ്പസിലാണ് ഇങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാകുന്നത് അത് പ്രത്യേകം നമ്മൾ നോക്കണം. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം നടത്തും. നാളെ അങ്ങോട്ടേക്ക് SFIയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കും. നിതിൻ്റേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിനും അധ്യാപകർക്കും അതിന്റെ അധികാരികൾക്കുമെതിരെ ഉയരുന്നത് അതിഗുരുതര ആരോപണമാണ്. ശക്തമായ നടപടി തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.